ഇല്ല കേട്ടോ, പല്ലൊക്കെ ആപ്പാട് കേടായിട്ടിരിക്കുക, അതൊക്കെ കുറവായിപ്പോ. മുറിക്കുക അല്ല, ഒരു ചായ ആയാലോ? ചായ ഒന്നും കുറച്ചു കാലം കൂടി കഴിക്കാറില്ല കേട്ടോ. അതെന്താ? അങ്ങനെ തോന്നല്ലേ, ചിലപ്പോൾ അങ്ങനെ പണ്ട് പോലെ അങ്ങനെ ഉണ്ടല്ലോ, കുറച്ച് കാലത്തേക്ക് അങ്ങനെ പോകും. ചായ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ? അല്ല, തൽക്കാലം അല്ല, മത്സ്യ മാംസം ഉൾപ്പെടെ ഒഴിവാക്കി. അതെ, ഒരുപാട് കഴിച്ചല്ലേ നമ്മള്. അതെ. ചായ അല്ലെങ്കിൽ പിന്നെ എന്താ കഴിക്കുക? വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ടത്. ഉറപ്പാണ്. നിങ്ങളെ മുക്കിനിറങ്ങി അപ്പോൾ ഇഡ്ഡലി കഴിച്ചു, സാമ്പാർ ഉണ്ടായിരുന്നു, ചൂടുവെള്ളം കഴിച്ചു, സുഖം. ഒരു വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തുനിന്ന് ഇഡ്ഡലി കഴിച്ചു, ആഹാരം കഴിച്ചത് പറയുന്നത് ഒരു മര്യാദയാണോ? അത് 10 മിനിറ്റ് നേരത്തെ അവിടെയാണ് വന്നേ. അപ്പോൾ എന്താ, കുറച്ച് വെള്ളം നടന്ന് ക്ഷീണിച്ചതല്ലേ? ആയിക്കോട്ടെ. ഗ്ലാസ് മോരും വെള്ളം. പരിചയപ്പെട്ടോ? അറിയാമോ? നേരത്തെ അറിയാമോ? നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞത്? അത് 10-30 കൊല്ലമായില്ലേ? അതെ. കടമായിട്ട് നിങ്ങളെല്ലാം കൂടെ വന്നല്ലോ, കാവാലും അയ്യോ പണിക്കർ സാറും അരവിന്ദനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത്. അത് കലാമന്ദിരെ കണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. എനിക്കും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അന്നാ ഞാൻ സാറേ എന്ന് വിളിച്ചത്, എന്നെ വഴക്ക് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. സാറേ വിളിക്കില്ല, എന്നെ വേണമെന്ന് വിളിച്ചാൽ ഞാനിപ്പോഴും ഓർക്കുന്നത്. അല്ല, എന്താ വെച്ചാൽ ഈ പടയണി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പഴയ കാലത്ത് ചൂട്ടുപടയണി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ നീലമ്പേരിലുണ്ട് പടയണി, വളരെ പ്രസിദ്ധമായ പടയണിയാണ്. പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും കടമ്പനിട്ടല്ലേ കഥ ബേസ് ഒന്ന് തന്നെ കേട്ടോ. അതെ, ഈ അവിടുത്തെ പടയണിക്ക് ഒരുപാട് പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് ഈ വൈവിധ്യമാർന്ന രൂപങ്ങൾ, പിന്നെ ഒരു നാട് മുഴുവൻ ഇതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലേ? മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നൊരു വല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റി ഒരു ലേഖനം എഴുതിയിരുന്നു. പടയനെ കുറിച്ച് ആദ്യം ലേഖനം അത് കേട്ടോ. അത് വളരെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അന്നത്തെ വരവിന് എനിക്ക് മറക്കാനാവാത്തൊരു കാര്യം വെച്ചാൽ, അപ്പോൾ ഈ നാടൻ താളങ്ങൾ, ഈ സ്വരുക്കൂട്ടുക, ആ താളങ്ങൾ വളരെ ഉപയോഗപ്രദമായി നാടകങ്ങളിൽ ഉപയോഗിക്കുക. ഇതൊക്കെ കാവാലത്തിൻ്റെ ഒരു രീതിയാണല്ലോ. അപ്പോൾ ഈ പടയണിയിലെ കുറേ താളങ്ങൾ ഒന്ന് ടേപ്പിൽ റെക്കോർഡ് ചെയ്യണം എന്ന് വരുമ്പോഴേ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 2 ഉദ്ദേശമാണ്. ഒന്ന്, പടയണയെ പറ്റി എഴുതുക, പ്രധാനമായിട്ട് എഴുതുക. ആ കൂട്ടത്തിൽ ഈ കാര്യം ചെയ്യുക. അപ്പം നമ്മൾ രാമകൃഷ്ണൻ്റെ വീട്ടിൽ കൂടെ ഉണ്ട്. അവിടെ കൂടിയിരുന്നപ്പം പ്രായമുള്ള കാരണന്മാരൊക്കെ വിളിച്ചു, താളമൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഞാൻ ടേപ്പറൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇവർ പറയാൻ തുടങ്ങുമ്പോൾ ആരോ പുറത്തുനിന്ന് വിളിച്ചു. ഇവരെ വിളിച്ചപ്പോൾ തിരിച്ചു കയറി വന്നു. വിളിച്ചിട്ട് സ്വന്തം സംശയം തിരിച്ചു കയറി വന്നപ്പോൾ അവർ പറഞ്ഞു പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ അരവിന്ദനൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ സിനിമയുടെ ആൾക്കാരാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി ഇവർ സിനിമയാക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യും, കാശുണ്ടാക്കും. അതുകൊണ്ട് ടേപ്പ് ചെയ്യുന്ന പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നതാണ് ഇവരടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ പറയാം, പക്ഷേ ഇത് പിടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വല്ലാതെ, കാരണം ഇത് പ്രധാന ഉദ്ദേശം ഇത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ പ്ലേ ഓൺ ചെയ്തു, ഈ ടേപ്പ് റെക്കോർഡറിൻ്റെ പ്ലേ ചെയ്ത് ഓൺ ചെയ്തിട്ട് പറഞ്ഞു ഓഫ് ചെയ്തിരിക്കുന്നു, ഇനി പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്വാഭാവികമായ അഭിനയം കണ്ടപ്പോൾ വിചാരിച്ചു ശരിയായിരിക്കും, പറഞ്ഞു. കാരണം ഈ പറഞ്ഞ പോലെ പല്ലാത്ത വാവുകൊണ്ട് പറയുന്നതല്ലേ. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇത് കേട്ട് കവാല അതിൻ്റെ താളം എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ ചടുലമായൊരു താളമാണ്. തക്കുക്കുത്ത കുക്കുത്തക്ക തക്കിത്തം തൊങ്കി തങ്കുക്കു 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 തിന്തം തിതകുത്തറ്റ് കിട്ട തക്കിത്തം തൊങ്കി താങ്കി തങ്കി കൃതുകുത്തിക്കുത്ത്, ഇതാണ് താളം. ഇത് പിന്നെ ഈ ഗണപതി ശിവനും അച്ഛനും അമ്മയ്ക്കും പ്രിയങ്കരനായി തീർന്നൊരു കാവ്യ ശില്പമുണ്ട് കാവാലത്തിൻ്റെ. അമ്മയോ നിന്നെ നമ്പി, അച്ഛൻ അതിലേറെ നമ്പി, 2 പേർക്കും നല്ല വെള്ള ഗണപതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ഗണപതിയെ കാവലിനെടുത്തിട്ട് അമ്മ കുളിക്കാൻ പോയി പാർവതി. ശിവനാണെങ്കിൽ തക്കം പാർത്തിരിക്കുക. അപ്പം ശിവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അമ്മ പോയ വഴിക്ക് ഗണപതിയെ കളിക്കാൻ വിട്ടു. എന്നിട്ട് ചെഞ്ചിട നടുവിൽ ഇണങ്ങി മയങ്ങിയ മങ്കയ ഗംഗയ മടിയിലിറക്കിയിരുത്തി. അങ്ങനെ അവർ പ്രേമനാടകം കളിക്കുമ്പോഴാണ് പാർവതി കുളി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ കോളിളക്കി കൊണ്ടു കോപേന താപേന
ശ്രീപാർവതി വന്നു കലമ്പി നിന്നു ദത്തം തകൃതം കത്തകൃതം കത്തക്കിടകൃതി തക്കത്തം കത്തിക്കിടകൃതി തക്കത്തം തെയ് 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 തെയ്ക്കത്തെ വൃതത്തെ. ഇത് പടയണിൽ നിന്ന് കിട്ടിയ താളമാണ്. അത് ആ ഈ പറഞ്ഞ പല്ലില്ലാത്ത വായ കൊണ്ട് ഈ അമ്മാവന്മാർ പറഞ്ഞ ഈ സാധനത്തിൽ നിന്ന് പെറുക്കിയെടുത്ത അത് ശരിയാ, കറക്റ്റുവാ. ആ ഈ നമ്മുടെ അവനവൻ കടമ്പേല് ധീം തത്തക തത്തത്ത ധിന്തി പാട്ടുപരീക്ഷ ആട്ടപ്പണ്ടാരങ്ങൾ പ്രവേശിക്കുന്ന താളമാണ്. ധീം തത്തക തത്തത്ത ധിന്തിൻ തത്തക തത്തത്ത ധീം തത്തക ധിന്തിൻ തത്തക തക്കു തിക്കു തക്കു തിക്കു വൃതത്തെ. ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ആ നാടക ശില്പവുമായിട്ട് ഭംഗിയായിട്ട് സന്നിവേശിപ്പിച്ച്. അപ്പോൾ ഈ ഞാൻ പറയാൻ കാര്യം, ഈ കടമ്മനിട്ടയിലെ പടയണി താളങ്ങൾ ഒരുപാട് കാവാലത്തിലെ കവിതകളിലും ഈ നാടകങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. നാടകത്തില് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതെ അതെ അതെ. ഇതിന് വലിയ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ചൊൽക്കട്ട കവിത്വം എന്ന് ഞങ്ങൾ പറയുന്നത്. അത് തുടങ്ങുന്നതന്നെ തീ കറുകു തെത്തക്ക തെത്തത്ത തെത്ത കിതകിതി കുക്കുത്തക്ക തകിതം തൊങ്ക തങ്കുക്കു 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 തിത്ത കിതകിതി കുക്കുത്തക്ക തകിതം തൊങ്കത്ത അങ്കി തങ്കി കറുകുതി കുത്ത തെത്ത കറുതക്ക തിക്കത്തക്ക തിക്കട കറുകു തിക്കത്തക്ക തക്കുത്തക്ക കുത്തക്ക തെത്തക തെത്തക തിക്കുക്കു തിക്കുത്തക്ക തകതക തിത്തെ തിക്കുത്തക്കു തിക്കിതം തിത്തി തിക്കുത്തക്കു തിക്കിതം അനങ്കിത്ത കറുകു തിക്കുത്തെ കേത്തതകിതതക ദിത്തൈ തക്കദിഗി തക തകടകറകു തൊങ്കതക തകദിഗി തക തിക്കടകറകു തിക്കതക കിതകിതി കിതത കേത്തതകിതത കർഗദ കർഗദി തക്കദിക്കത ഗത്തെ തകടകറകു കവിത്വം. കൊട്ടാനൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു മൃദംഗം എല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ ഞങ്ങളെല്ലാം ഞങ്ങൾ എന്നെയല്ല ചേട്ടന്മാർ, ഞങ്ങൾ 5 സഹോദരന്മാരാണ്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പം ഒരേ സമയത്ത് കഥകളി സംഗീതം പഠിപ്പിക്കാൻ, പിന്നെ മൃദംഗം പഠിപ്പിക്കാൻ, കർണാടക സംഗീതം പഠിപ്പിക്കാനൊക്കെ ഇവിടെ ആളുകളെ കൊണ്ടും താമസിപ്പിച്ച് ആശാന്മാരെ കൊണ്ട് താമസിപ്പിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കാറായപ്പോഴത്തേക്ക് അച്ഛൻ റിട്ടയറായി. അന്ന് പെൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ നേരിട്ട് ഗുരുബോധമൊന്നും അഭ്യസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ തിണ്ണാന്ന് പറയുന്നത് ശരിക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വളരെ കൊട്ടുംപാട്ട് ഈ ചുറ്റുവട്ടത്തുള്ള ഒക്കെ വരും. പിന്നെ ചമ്പക്കുളം ആന്റണി ഭാഗവതർ, അദ്ദേഹം യൂഷ്വൽ വിസിറ്ററാണ്. പിന്നെ ഒരു ലാടഗുരു ഉണ്ടായിരുന്നു, പുള്ളി വല്ലപ്പോഴൊക്കെ വരുള്ളൂ, ലാടവൈദ്യൻ. പക്ഷേ അറുമുഖം പിള്ള എന്നാണ് പേര്, ഗംഭീരമായിട്ട് പാടും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ സതിരായി കച്ചേരിയായി. അങ്ങനെ ഒരു എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു സ്ഥലമാണ്. ഇതൊന്നും എയർപ്ലേസ് ഒന്നുമില്ല, തിണ്ണ വിശാലമായ കുറച്ചുകൂടെ വലിയ തിണ്ണയായിരുന്നു. ഇതൊക്കെ പിന്നെ കെട്ടി ഉണ്ടാക്കിയതാണ്.